പലപ്പോഴും പരാതി കൊടുക്കുന്നവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന പ്രവണത, അതും ഈ സമൂഹത്തിൻ്റെ, കേരളീയ സമൂഹത്തിൽ അത് വളരെ കൂടുതലാണ് എന്നാണ് തോന്നുന്നത്. സ്ത്രീയെ കേവലം ശരീരം മാത്രമായിട്ട് കാണുകയാണ്, കേവലം ഒരു അലങ്കാര വസ്തുവായിട്ട് മാത്രം കാണുകയാണ്. ആ ഒരു വീക്ഷണഗതിയുടെ പശ്ചാത്തലത്തിലാണ് ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാവുന്നത്. സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് എന്ത് വൃത്തികേടും വിളിച്ചു പറയാനുള്ള ഇടങ്ങളാണ് എന്ന് കാണേണ്ടതില്ല. ഈ നാട്ടിൽ നിലനിൽക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള നിയമം ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സൈബർ പോലീസ് വിങ്ങിൻ്റേതായിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. ഏതെല്ലാം ഇടങ്ങളിൽ, സൈബർ ഇടങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾ ഉണ്ടായാലും അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കേരളത്തിലെ സൈബർ പോലീസ് വിങ്ങിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടാവേണ്ടുന്നത് വളരെ അനിവാര്യമാണ് എന്ന് കാണുകയാണ്. എല്ലാ നിയമങ്ങളും, ആ നിയമങ്ങളുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കാൻ സ്ത്രീകൾ അറച്ചു നിൽക്കുന്നത് ഈ സമൂഹം അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ മോശക്കാരായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല എന്ന് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കേരളീയ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. തൊഴിലിടങ്ങളിലും ഗാർഹിക ചുറ്റുപാടുകളിലും പൊതു ഇടങ്ങളിലും യാത്രാവേളകളിലുമൊക്കെ തൻ്റെ അന്തസ്സും അഭിമാനവും പരിരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഓരോ സ്ത്രീക്കും കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായും കേരളീയ സമൂഹം ഒന്നാകെ ഒന്നിച്ച് മുന്നോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇല്ല, ജയിലിൽ റിമാൻഡ് പ്രതിയായി കഴിഞ്ഞാലും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജയിലിനകത്ത് കിടക്കുന്ന ആരെയും കാണാനുള്ള അവകാശമുണ്ട്. ആരാണ് പോയത് എന്ന് എനിക്ക് അറിയില്ല. തീർച്ചയായിട്ടും അത് ജയിൽ അധികാരികൾക്ക് അങ്ങനെ സന്ദർശനത്തിനുള്ള അനുവാദം കൊടുക്കാൻ നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്. ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും ശിക്ഷയ്ക്ക് വിധേയനായി കിടക്കുന്ന സാഹചര്യത്തിൽ പോലും അതിന് അനുവാദം കൊടുക്കാറുണ്ട്. നമ്മുടെ ജയിൽ നിയമങ്ങൾ അനുസരിച്ച് അനുവാദം കൊടുക്കപ്പെടും. ഇത് റിമാൻഡ് പ്രതിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണാൻ അനുവാദം ചോദിച്ച് ചെന്നിട്ടുള്ള ആർക്കും അനുവാദം കൊടുക്കാൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ജയിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അനുവാദം കൊടുക്കാനുള്ള. ആരാണ് പോയത് എന്ന് എനിക്ക് അറിയില്ല. ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് പ്രതികരിക്കാൻ കഴിയില്ല. രാഹുൽ ഈശ്വറിന്റെ പരാമർശത്തിനെതിരായിട്ടും ഹണി റോസ് തൻ്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അവരുടെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ വനിതാ കമ്മീഷൻ ഇടപെടാൻ കഴിയണമെങ്കിൽ ഈ എഫക്റ്റഡ് ആയിട്ടുള്ള, ഇഞ്ചേർഡ് ആയിട്ടുള്ള സ്ത്രീയുടെ പരാതി ലഭ്യമാവേണ്ടതായിട്ടുണ്ട്. ആ പരാതി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ പോലീസിനോട് നിർദ്ദേശം നൽകും. സൈബർ ക്രൈംസ് വളരെ അധികം വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ സൈബർ ക്രൈംസിൻ്റെ ഇരകളായിട്ട് മാറുന്നത് സ്ത്രീകളാണ്, കുട്ടികളാണ്. കുട്ടികൾ വലിയ രൂപത്തിൽ ഇരകളാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. കുട്ടികൾക്ക് പ്രതികരിക്കാനുള്ള വേദികൾ പോലും ഉണ്ടാവാറില്ല. വളരെ പോണോഗ്രാഫിയുടെയൊക്കെ തന്നെ ഏറ്റവും ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നത് കുട്ടികളാണ്. ഈ അടുത്ത ദിവസം നമ്മൾ ഞെട്ടലോടുകൂടി കേട്ടിട്ടുള്ള നമ്മുടെ പത്തനംതിട്ടയിലുള്ള ആ പെൺകുട്ടിയുടെ ദാരുണ അനുഭവവും സൈബറുമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് അത്തരത്തിലുള്ള പീഡനം നടന്നിട്ടുള്ളത് എന്നാണ്. ഇത് വളരെ ജാഗ്രതയോടുകൂടി കേരളത്തിലെ പോലീസ് സംവിധാനം കാണേണ്ടതായിട്ടുണ്ട്. ഇത് പൊതുസമൂഹത്തിന് ഒരു നല്ല സന്ദേശം കൊടുക്കാൻ ഈ കോടതി വിധിയിലൂടെ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ വീക്ഷണഗതിയിൽ, സ്ത്രീയോടുള്ള വീക്ഷണഗതിയിൽ മാറ്റം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എന്ത് വൃത്തികേടുകളും പറയാനുള്ള ഇടങ്ങളായിട്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളെ കാണേണ്ടതില്ല എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതെ, ഞാൻ ആ സ്ത്രീയെ വീട്ടിൽ പോയിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം തീർച്ചയായിട്ടും നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഹർജി കൊടുക്കണം. അവർ നഷ്ടപരിഹാരത്തിന് വേണ്ടി അവർക്ക് സൗജന്യ നിയമസഹായമടക്കം ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കങ്ങളുടെ
ഭാഗമായിട്ടാണ് അവർ സമരമൊക്കെ നടത്തിയിട്ടുള്ളത്. ഇന്ന് അവർക്ക് ഏറെ വൈകിയ ഒരു സാഹചര്യത്തിലാണ് കോടതിയിൽ ഹർജി കൊടുത്തു എന്ന് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമാണെങ്കിൽ വനിതാ കമ്മീഷന്റെ ഇടപെടലിന്റെ ഭാഗമായി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായി ഞങ്ങൾ സൗജന്യമായിട്ടുള്ള നിയമസഹായം ലഭ്യമാക്കി കൊടുക്കാൻ വനിതാ കമ്മീഷൻ ഇടപെടും. അല്ല, അവർ ചെയ്യേണ്ടിയിരുന്നത് മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം ഡോക്ടർമാർ അനാസ്ഥ കാട്ടി എന്ന് കണ്ടെത്തിയിട്ടുള്ള പശ്ചാത്തലത്തിൽ ആ നഷ്ടപരിഹാരം നേടേണ്ടുന്നത് ആ കൺസേൺഡ് ഡോക്ടറിൽ നിന്നാണ്. ആരാണോ നെഗ്ലിജൻസ് കാട്ടിയിട്ടുള്ളത് ആ നെഗ്ലിജൻസ് കാട്ടിയിട്ടുള്ള ഡോക്ടർമാരിൽ നിന്നാണ് നഷ്ടപരിഹാരം ലഭ്യമാവേണ്ടത്. അതിനുള്ള നടപടിയാണ് ഇപ്പം നടത്തിയെന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും സൗജന്യമായിട്ടുള്ള നിയമസഹായം നൽകാൻ വനിതാ കമ്മീഷൻ ഇപ്പോഴും അവരോടൊപ്പം ഉണ്ട്. ഞാൻ അവരുടെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള സാഹചര്യം നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അവർക്ക് എല്ലാവിധത്തിലുള്ള സഹായവും കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും.